അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ സ്വഭാവത്തിൽ ആദത്തെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വഭാവം നൽകി ആദത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ആദത്തിനുണ്ടായിരുന്ന സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമായിരുന്നു. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? മനുഷ്യൻ പാപത്തിന് വീണു പോയതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഈ പാപത്തിന് വീണുപോയ മനുഷ്യനെ നോക്കി കണ്ടുപിടിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ പുതിയ നിയമം ബൈബിള് കയ്യിലെടുക്കുമ്പോൾ അവിടെ നമ്മൾ യേശുവിനെ കാണുകയാണ്. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ നമുക്ക് ഇനി വളരെ എളുപ്പമാണ് ദൈവപിതാവിൻ്റെ സ്വഭാവം എന്താണ് എന്നറിയുവാൻ നമ്മൾ യേശുവിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ മതി. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. യേശുവിൻ്റെ സ്വഭാവം എന്താണ്? യേശുവിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. യേശുവിൻ്റെ സ്വഭാവം തന്നെ തന്നെ മുഴുവനായി നൽകി നമ്മളെ സ്നേഹിക്കുക എന്നതാണ് യേശുവിൻ്റെ സ്വഭാവം. സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുക, അതാണ് യേശുവിൻ്റെ സ്വഭാവം. ഇതുപോലെ തന്നെ മുഴുവനായി കൊടുത്ത ഒരു വ്യക്തിയെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. യേശു തൻ്റെ ശരീരവും രക്തവും ജീവനും തനിക്ക് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും നൽകി സ്നേഹിച്ച സ്നേഹമാണ് നമ്മൾ യേശുവിൽ കാണുന്നത്. അപ്പോൾ ഈ സ്വഭാവമാണ് വാസ്തവത്തിൽ ആദത്തിന് കിട്ടിയത്. തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം. പക്ഷേ ആദം പർദീസായിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഇവയൊക്കെയാണ്. തന്നെ തന്നെ കൊടുത്താൽ അത് സ്വീകരിക്കുവാനുള്ള കഴിവ് ഇതിനൊന്നുമില്ല. പക്ഷിക്കോ മൃഗത്തിനോ സസ്യങ്ങൾക്കോ ഇല്ല. അപ്പോൾ ആദത്തിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ മുഴുവനായി കൊടുക്കുവാനുള്ള ആഗ്രഹം കിടക്കുന്നു. പക്ഷേ സ്വീകരിക്കാൻ പറ്റിയ ആരെയും ആദം കാണുന്നില്ല. പങ്കുവയ്ക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ പങ്കുവെച്ചാൽ സ്വീകരിക്കുന്ന ആരുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നോക്കിക്കൊണ്ടാണ് ദൈവം പറഞ്ഞത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ മനുഷ്യൻ്റെ ഏകാന്തത എന്താണെന്ന് ചോദിച്ചാൽ പങ്കുവയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സ്വീകരിക്കുന്ന ആരുമില്ല. ഇതാണ് മനുഷ്യൻ്റെ ഏകാന്തത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏകാന്തതയെ ഇല്ലാതാക്കുവാൻ ദൈവം തൻ്റെ അതേ ഛായയിൽ തന്നെ ഹവ്വയെ സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ആദത്തിന് തന്നെ കൊടുത്താൽ സ്വീകരിക്കുന്ന ഹവ്വയുണ്ട്, ഹവ്വയ്ക്ക് തന്നെ കൊടുത്താൽ സ്വീകരിക്കുന്ന ആദമുണ്ട്. അപ്പോൾ ബൈബിളിലെ ആദ്യ ദമ്പതിമാരുടെ ചിത്രം നമ്മൾ കാണുക.
സ്വയം ദാനത്തിൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കുന്നവരാണ് അവർ. ആ സ്വയം ദാനത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ആദ്യ ദമ്പതിമാരെ അവരുടെ വിളി തന്നെ, അവരുടെ നിയോഗം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം പ്രകാശിപ്പിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാകട്ടെ തന്നെ തന്നെ കൊടുക്കുന്ന സ്നേഹമാണ്. ഇനി നമ്മളൊന്ന് ഓർക്കുക, ഈ ഭൂമിയിൽ പല ബന്ധങ്ങളുമുണ്ട്. ഈ ബന്ധങ്ങളിൽ ഈ തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ്. ഒരു ഭാര്യ തന്നെ തന്നെ ഭർത്താവിന് കൊടുക്കുന്നില്ല എങ്കിൽ അത് ഭാര്യാഭർത്തൃ ബന്ധമാകുകയില്ല. ഒരു ഭർത്താവ് തന്നെ തന്നെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അത് വിവാഹബന്ധമാകുകയില്ല. ആഹാരം കൊടുക്കാം, പണം കൊടുക്കാം, ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാം, അതൊക്കെ വേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് അത് വിവാഹബന്ധമാകുകയില്ല. വിവാഹബന്ധമാകുന്നത് തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് വിവാഹബന്ധമാകുന്നത്. അങ്ങനെ തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹമാകട്ടെ അത് ദൈവത്തിൻ്റെ സ്വഭാവവുമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പ്രകടിപ്പിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് നിങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതുമായ സ്വയം ദാനത്തിൻ്റെ ഈ സ്നേഹം എന്ന് പറയുന്നത് അത് വിശുദ്ധമാണ്, അത് നിർമ്മലമാണ്, അത് ദൈവികമാണ്. പ്രൈസ് ദി ലോർഡ്. അത് പരിശുദ്ധമാണ്. ഇത്രയും നിർമ്മലവും പരിശുദ്ധവുമായ ഒരു സ്നേഹം വേറെയില്ല. എന്താണ് അത് പരിശുദ്ധവും നിർമ്മലവുമാണ്, വിശുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം? ഈ സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വാർത്ഥതയില്ല. സ്വാർത്ഥതയാണ് വാസ്തവത്തിൽ കട്ട പിടിച്ച തിന്മ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ അകത്ത് സ്വാർത്ഥതയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഭാര്യയും ഭർത്താവും വിശുദ്ധിയിൽ വളരുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തിലൂടെയാണ്. കാരണം ഈ സ്നേഹബന്ധത്തിൽ നിങ്ങൾ തന്നെ തന്നെ മുഴുവനായി കൊടുത്ത് സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്വാർത്ഥത ഉടയുകയാണ്. അങ്ങനെ സ്വാർത്ഥതയെ ഉടച്ചാണ് നമുക്ക് വിശുദ്ധിയിൽ വളരുവാനുള്ളത്. അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം, നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി നിങ്ങൾ വിശുദ്ധിയിൽ വളരുവാനായി ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഏറ്റവും ഉന്നതമായ വേദിയാണ് ഈ ബന്ധം. അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന വ്യക്തി അത് വിശുദ്ധിയിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുകയാണ്. നിങ്ങൾക്ക് വിശുദ്ധിയിൽ വളരുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വേദിയാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്നെ തന്നെ മുഴുവനായി കൊടുത്ത് സ്നേഹിക്കുക, ഇതാണ് നിങ്ങളുടെ വിളിയെ. പലപ്പോഴും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെയൊക്കെ അതിൻ്റെ മുഴുവൻ അർത്ഥവും മനസ്സിലാക്കാതെ അതിന് ചില മേഖലകൾ മാത്രം എടുത്ത് അതിനെയെല്ലാം വിലക്കുറഞ്ഞ് പല രീതിയിൽ അവതരിപ്പിച്ച് അങ്ങനെ അതിൻ്റെ ആ വിശുദ്ധി, പരിപാവനത അത്
പലരുടെയും മനസ്സിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്രയും ഉന്നതമായ, ഇത്രയും വിശുദ്ധമായ വേറൊന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് പ്രകാശിപ്പിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ മുഴുവനായി കൊടുത്ത് സ്നേഹിക്കുക. സ്വയം ദാനത്തിൻ്റെ സ്നേഹം. വിവാഹം എന്ന വാക്കിനെ പകരം വയ്ക്കാനൊരു വാക്ക് അന്വേഷിച്ചാൽ അത് ബൈബിളിലെ ഉടമ്പടി എന്ന വാക്കാണ്. എബ്രായ ലേഖനത്തിൽ 2 ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഒന്ന് പഴയ ഉടമ്പടി, മറ്റത് പുതിയ ഉടമ്പടി. ഏതാണ് പുതിയ ഉടമ്പടി? പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ഈശോ അപ്പവും വീഞ്ഞും എടുത്ത് ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാണ് പുതിയ ഉടമ്പടി എന്ന്. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. എന്താണ് അതെങ്ങനെയാണ് പുതിയ ഉടമ്പടി ആയത്? യേശു തന്നെ നമുക്കായി നൽകിയ ആ സ്നേഹമാണ് വിശുദ്ധ കുർബാന. ഈശോ തന്നെ മുഴുവനായിട്ട് നമുക്ക് തരികയാണ്. തൻ്റെ ശരീരവും രക്തവും എല്ലാം നമുക്ക് തരികയാണ്. അങ്ങനെ സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുന്ന ആ സ്നേഹത്തെയാണ്, ഈശോയുടെ സ്നേഹത്തെയാണ് പുതിയ ഉടമ്പടി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ ഓർത്തെ, ഒരാൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഈശോയുടെ ശരീരവും രക്തവും ഈശോ തന്നെയും തന്നെ നമുക്ക് നൽകുന്നു. സ്വയം ദാനമായി തരികയാണ്. തന്നെ മുഴുവനായി നമുക്ക് തരികയാണ്. ആ സ്നേഹമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതിനെയാണ് പുതിയ ഉടമ്പടി എന്ന് യേശു വിശേഷിപ്പിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ആ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വയം ദാനം ചെയ്യുന്ന സ്നേഹമാണെങ്കിൽ അത് പുതിയ ഉടമ്പടി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ അത് വേറെ വാക്കാണ്. യേശു നമ്മെ തൻ്റെ മണവാട്ടിയായി സ്വീകരിക്കുന്നു. എങ്ങനെയാണ് യേശു നമ്മളെ മണവാട്ടിയായി സ്വീകരിക്കുന്നത്? വിശുദ്ധ കുർബാനയിലൂടെയാണ്. പ്രൈസ് ലോർഡ്. ഒരു വ്യക്തി കുർബാന സ്വീകരിക്കുമ്പോൾ അത് നിന്റെ വിവാഹമാണ്. യേശു എന്ന മണവാളൻ തന്നെ നിനക്ക് നൽകിക്കൊണ്ട് നിന്നെ സ്വന്തം മണവാട്ടിയായി അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഒരാൾ ക്രിസ്ത്യാനിയായി തീരുക എന്നൊക്കെ പറയുമ്പോൾ അത് വെറും ഒരു സംഘടനയിൽ അംഗമായി തീരുന്ന പരിപാടിയല്ല. സംഘടനയിൽ അംഗമായി തീരുന്നത് എങ്ങനെയാണ്? 5 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ എടുത്താൽ സംഘടനയിൽ അംഗമായി. അതല്ല ഒരു ക്രിസ്ത്യാനിയായി തീരുക എന്ന് പറഞ്ഞാൽ. ഒരു ക്രിസ്ത്യാനിയായി തീരുക എന്ന് പറഞ്ഞാൽ യേശു ഓരോ വ്യക്തിയെയും തൻ്റെ മണവാട്ടിയായി സ്വീകരിക്കുന്ന ഒന്നാണ് ഈ ക്രിസ്തീയ ജീവിതം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക, സ്വന്തം ശരീരം നൽകി, സ്വന്തം രക്തം നൽകി, തന്നെ നൽകി, ഒരിക്കലും പിൻവലിക്കാത്തത്, ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും വലിയ ഒരു ബന്ധം യേശു ഓരോ വ്യക്തിയുമായി സൃഷ്ടിക്കുന്നു.
ഇതുപോലെ ഒരു ബന്ധം സൃഷ്ടിക്കുന്ന ഒരു ദൈവം ചരിത്രത്തിൽ വേറെ എവിടെയാണുള്ളത്? സ്വന്തം ശരീരം നൽകി രക്തം നൽകി ഒരു ബന്ധമുണ്ടാക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഏറ്റവും വലിയൊരു ബന്ധം സ്വീകരിച്ച വ്യക്തികളാണ് വാസ്തവത്തിൽ ഓരോ ക്രിസ്തീയ വിശ്വാസിയും. കാരണം ഈശോ ആ വ്യക്തിയെ തന്നെ മണവാട്ടിയായി സ്വീകരിക്കുന്നു. ബൈബിളിൽ ധാരാളം ദമ്പതിമാരുണ്ട്. ബൈബിൾ തുറക്കുമ്പോഴേ നമ്മൾ കാണുകയാണ് ആദം ഹവ്വ. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അബ്രാഹാം, സാറ, ഇസഹാക്ക്, റബേക്ക, ഇങ്ങനെ എത്രയോ ദമ്പതിമാരെയാണ് നമ്മൾ കാണുക. പുതിയ നിയമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സക്കറിയ, എലിസബത്ത്, ഇങ്ങനെ പലരെയും കാണുന്നു. പക്ഷേ പൗലോസ്ലീഹ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ദമ്പതിമാരെ ആരെയും മോഡലായി കൊണ്ടുവരുന്നില്ല. ഒരൊറ്റ മോഡലാണ് പരിശുദ്ധാത്മാവ് വിവാഹിതരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ആ മോഡലാകട്ടെ ക്രിസ്തു നമ്മെ സ്നേഹിച്ച മോഡൽ. വേറെ ഒരു മോഡലുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കുടുംബജീവിതം വിജയിക്കാൻ ഏറ്റവും ആവശ്യമായ ആദ്യത്തെ കാര്യം, നിന്റെ കുടുംബജീവിതത്തിൻ്റെ മോഡൽ ആരാണ്? പല ആളുകളും ചിലപ്പോൾ അവരവരുടെ വീട്ടിലെ അപ്പനും അമ്മയും അങ്ങനെയൊക്കെയാ, അത് ചിലപ്പോൾ അവരുടെ തലയിൽ കാണും. ചിലരുടെ മോഡൽ എന്ന് പറയുന്നത് അവർ കണ്ട സിനിമയിലെ ചില മോഡലായിരിക്കും. വേറെ ചിലരുടെ മോഡൽ അവർ വായിച്ച പുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളായിരിക്കും. വേറെ ചിലരുടെ മോഡൽ അയൽവക്കത്തുള്ള ചില വ്യക്തി ജീവിതങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അപ്പനും അമ്മയോ കൂട്ടുകാരുടെ കുടുംബജീവിതമോ സിനിമയിലെ ജീവിതങ്ങളോ ഇതൊന്നും കുടുംബജീവിതത്തിൻ്റെ മോഡലല്ല. ഒരൊറ്റ മോഡലേ ഉള്ളൂ, അത് യേശു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ച സ്നേഹം. ഇതാണ് നിങ്ങളുടെ മുമ്പിലെ മോഡൽ. അപ്പോൾ മോഡൽ തെറ്റിക്കഴിഞ്ഞാൽ ലൈഫിൽ, ജീവിതത്തിൽ പാളിച്ചകളുണ്ടാകും. അപ്പോൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ആദ്യം നമ്മൾ നോക്കേണ്ടത് മോഡൽ. ഞാൻ എന്ത് മോഡലാണ് സ്വീകരിച്ചിരിക്കുന്നത്? മോഡൽ തെറ്റാണെങ്കിൽ ലൈഫ് ജീവിതത്തിൽ തെറ്റുണ്ടാകും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിലായിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് എഞ്ചിനീയറുടെ കടലാസിൽ ഇതിൻ്റെ ഒരു പ്ലാൻ അദ്ദേഹം ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ചാണ് ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് എഞ്ചിനീയറുടെ കടലാസിലെ ആ ഡ്രോയിങ് ആണ്. ഈ ഓഡിറ്റോറിയത്തെക്കുറിച്ചുള്ള ആ ഡ്രോയിങ് ആണ് ആദ്യത്തെ സൃഷ്ടി. അതാണ് ഈ ഓഡിറ്റോറിയമായി മാറിയത്. അപ്പം എഞ്ചിനീയറുടെ ആ പ്ലാനിൻ്റെ അകത്ത് 12 തൂണുകൾ, പില്ലർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയല്ല വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കുമ്പോൾ ഉടനെ ഒരാൾ പറയാണ് നമുക്ക് 10 മതി എന്ന് പറഞ്ഞാൽ ശരിയായി അല്ല. 10 ആക്കാം. 10 ആക്കണമെങ്കിൽ ആ എഞ്ചിനീയറുടെ പ്ലാനിൽ വ്യത്യാസം വരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന തകരാറുകളെ മാറ്റിയെടുക്കുവാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ തലച്ചോറിൽ കിടക്കുന്ന കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മുടെ തലയിൽ അങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ട്. നമ്മളറിയാതെ അത് നടപ്പാക്കുകയാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കണം, ഇതെവിടെ നിന്ന് എനിക്ക് കിട്ടിയതാ? ഇതെന്താ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരിക്കൽ ഒരു കുടുംബനാഥൻ
പുള്ളിക്കാരൻ എൻ്റെ അടുക്കൽ സംസാരിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിണങ്ങി ഭാര്യ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ്. ഞാൻ ചോദിച്ചു എന്താണ്? അത് ഞാൻ അവളെ പിടിച്ച് തല്ലി, അതുകൊണ്ടാണ് അവൾ പോയത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒക്കെ ദേഷ്യമുണ്ട്. നീ നിന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ തല്ലിയാണ്. ഈ തല്ലി ദേഷ്യം പ്രകടിപ്പിക്കണമെന്നുള്ള കാര്യം നീ കണ്ടുപിടിച്ചതാണോ? നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ സ്വഭാവം? അപ്പം ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, തല്ലി ദേഷ്യം കാണിക്കുന്ന ആരെയോ നീ ചെറുപ്പത്തിലെ മുതൽ കണ്ടിട്ടുണ്ടാവും. അത് നിന്നെ തലച്ചോറിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ദേഷ്യം വരുമ്പോൾ നീ അറിയാതെ അവർ പ്രവർത്തിക്കുന്ന പോലെ അങ്ങ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് നീ കണ്ടുപിടിച്ചതല്ല. തല്ലി ദേഷ്യം കാണിക്കുക എന്നുള്ളത് വേറെ ആരോ കാണിച്ചത് നിന്റെ തലയിൽ പതിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് അത് ആരെയാണ് നീ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നീ ഒന്ന് തന്നെത്താനെ ഒന്ന് ഓർക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഭാര്യയെ തല്ലാൻ നിനക്ക് താല്പര്യമില്ല, പക്ഷെ നീ തല്ലിപ്പോവുകയാണ്. നീ തന്നെ പറയുന്നു അറിയാതെ അങ്ങ് ചെയ്തു പോവുക. ഇതിപ്പോൾ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. പല പ്രാവശ്യം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ശീലമാകുന്നു. ശീലങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നത്? അതാണ് ചോദ്യം. ശീലം മാറ്റാൻ വേണ്ടി ഉടനെ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഇനി ഞാൻ തല്ലുകയില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ശീലം പോവുകയില്ല. ഇപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ ശീലങ്ങളായി മാറി. ഇപ്പോൾ മദ്യപാനി എന്ന് പറയുക, ഇനി ഞാൻ മദ്യപിക്കുകയില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങളിരിക്കുന്ന കസേരയിൽ നിന്ന് പോയ എത്രയോ ആളുകൾ വീണ്ടും അതുപോലെ തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മദ്യപിക്കുകയില്ല എന്നങ്ങ് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ശീലത്തിൻ്റെ ആ കെട്ടുപൊട്ടുമെന്ന്? ഇല്ല. ശീലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഹാബിറ്റ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് കിടക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലുമാണ്. ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും കിടക്കുന്ന കാര്യങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ആ തീരുമാനത്തെ ബാധിക്കുകയില്ല. തീരുമാനത്തെ ബാധിക്കുന്നത് ബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു ശീലം മാറ്റേണ്ടി വരുമ്പോൾ, ഒരു ഹാബിറ്റ് മാറ്റേണ്ടി വരുമ്പോൾ, വെറുതെ ഞാൻ ഇനി ചെയ്യുകയില്ല, ഇനി ഞാൻ മദ്യപിക്കുകയില്ല, ഇനി ഞാൻ പുകവലിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം അത് പലപ്പോഴും പരാജയമാണ് എന്ന്. അപ്പോൾ എങ്ങനെയാണ് ശീലത്തെ മാറ്റേണ്ടത്? അതിനെ ബോധമനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം മാറ്റാനായിട്ട്. എങ്ങനെയാണ് ബോധമനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്? അതാണ് ഞാൻ ആ സഹോദരനോട് സംസാരിച്ചത്. ഞാൻ അവനോട് പറഞ്ഞു, ഈ ഭാര്യയെ തല്ലുക എന്ന് പറഞ്ഞൊരു കാര്യം നിന്റെ ഉപബോധ മനസ്സിലോ അബോധ മനസ്സിലോ കിടക്കുകയാണ്. നീ അതിനെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഇനി ഞാൻ ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുവാൻ. അപ്പോൾ അവൻ ചോദിച്ചു അതെങ്ങനെയാണ്? അപ്പം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഈ ഭാര്യയെ തല്ലുക എന്നത് നീ ആരെയാണ് അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നീ കണ്ടുപിടിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, എൻ്റെ അപ്പനും അമ്മയും നന്നായിട്ട് തല്ലുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൊച്ചിലെ തന്നെ ഇത് കണ്ടു വളർന്ന ഒരാളാണ്. അത് നിൻ്റെ അബോധ മനസ്സിലും കിടപ്പുണ്ട്. ആ അപ്പനെയാണ് നീ അറിയാതെ അനുകരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് 100% ശരിയാണ്. അപ്പം സഹോദരങ്ങളെ, അപ്പോൾ അവന് മനസ്സിലായി ഞാൻ അപ്പനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ബോധ മനസ്സിലേക്ക് അത് വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവൻ മനസ്സിലാക്കി, അപ്പനെ അല്ല ഞാൻ മോഡലാക്കേണ്ടത്, എൻ്റെ മോഡൽ ഈശോയാണ്. ഹല്ലേലൂയ. തന്നെ നൽകി സഭയെ സ്നേഹിച്ച
മണവാട്ടിയെ സ്നേഹിച്ച യേശുവാണ് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ മോഡൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും തലയിൽ അങ്ങനെ വേറെ ഏതൊക്കെയോ ചില മോഡലുകൾ കിടക്കുന്നു. ആ മോഡല് നമുക്ക് തലയിൽ നിന്ന് മാറ്റണം. ഈശോ എന്ന മോഡല് നമുക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ക്രിസ്തീയ ദമ്പതിമാര് നിങ്ങളെല്ലാം വിവാഹിതരായ സമയത്ത് മിക്കവാറുമുള്ള എല്ലാ വിവാഹ കുർബാനയിൽ അല്ലെങ്കിൽ വിവാഹ സമയത്ത് നൽകിയ ഉപദേശത്തിൻ്റെ അകത്ത് ആവർത്തിച്ച് പറഞ്ഞ വാചകമാണ് ഞാനിവിടെ ആവർത്തിക്കുന്നത്. നിങ്ങൾ കേട്ട കാര്യം, യേശുവാണ് നിങ്ങളുടെ മോഡൽ. യേശു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. വേറെ ഒരു മോഡലുമില്ല. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുന്നു.